ഹായോ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. 8/1/2026 ഈ ഒരു ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്താകും എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉദ്വേഗമുണ്ടാകും. അതിനുള്ള കൃത്യമായ ഒരു അനാലിസിസുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 277/2025 എന്ന നമ്പറിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപന മേഖലയിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പോസ്റ്റാണ്. ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മുഴുവനുള്ള ആപ്ലിക്കൻസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ 1680 പേര് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിരുന്നു, അതായത് PSCയിലേക്ക് അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഇതിന് ആപ്ലിക്കൻസിന് കൺഫർമേഷൻ നൽകേണ്ട സമയം വന്നപ്പോൾ 287 പേര് കൺഫർമേഷൻ നൽകാതെ ബാക്കി നിൽക്കുന്നത് 1363 പേരാണ്. അതായത് ഈ ഒരു മത്സരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. നമ്മളൊരു ജനറൽ PSC എക്സാമുകളൊക്കെ അപേക്ഷിക്കുമ്പോൾ ഒരു പോസ്റ്റിന് വേണ്ടി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കുന്നത്. എന്നാൽ അവിടെ ഉള്ള പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിന്റെ 1% താഴെയായിരിക്കും പലപ്പോഴും. ഇവിടെ മത്സരത്തിന്റെ തോത് വളരെയധികം കുറയുന്നു എന്നത് ഏതൊരു ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിൽ എത്താൻ പറ്റും. എല്ലാവരും പഠിക്കും എന്നത് നമ്മൾ ഓർത്ത് വെക്കുക തന്നെ വേണം. എന്നാൽ നമ്മുടെ മത്സരം, അതായത് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്പർ ആയിരിക്കും. ഇതിൽ അവശേഷിക്കുന്ന 1363 തന്നെ എത്ര പേര് ഇതിൽ ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഉള്ളവരുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങൾ ഒറ്റ പോസ്റ്റിന് വേണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുവാനുള്ള ജോലിക്ക് വേണ്ടുന്ന ഒരു സിംഗിൾ റാങ്കിന് വേണ്ടിയാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. ആ ഒരു ബോധ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയെ സമീപിക്കുക. വേക്കൻസി ആവരുത് നിങ്ങളുടെ മുമ്പിലെ ക്രൈറ്റീരിയ. കാരണം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് കയറും. അതിന് നമുക്ക് മാക്സിമം മാർക്ക് ആ ഒരു എക്സാമിൽ നിന്ന് നേടണം. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ മറന്നു, ഒബ്വിയസ്ലി എല്ലാവരും മറന്നു, അതുകൊണ്ട് റിവൈസ് ചെയ്യുക. ഈ റിവിഷനൊപ്പം തന്നെ മുൻവർഷ ചോദ്യ പേപ്പറുകളും ഒപ്പം തന്നെ മോഡൽ MCQസും വളരെയധികം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇത് നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ ഉണ്ടാവുന്ന തെറ്റുകളെ മാക്സിമം കുറയ്ക്കും. ഒപ്പം തന്നെ ഈ ചെയ്യുന്ന എക്സാമുകൾ ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിലേക്ക് നമ്മുടെ തന്നെ ക്വസ്റ്റ്യനുകൾ ആപ്പിലുണ്ടാവും. നിങ്ങൾ ആപ്പ് വഴി ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു OMR ഷീറ്റ് കൂടി എടുത്ത് അതിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ടിനെ വളരെയധികം ഉയർത്തും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം നമ്മൾ ആപ്പിൽ ചെയ്ത ശേഷം പേപ്പറിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഒഴിവാക്കാൻ അവസാന സമയങ്ങളിൽ അത് നിങ്ങളെ വല്ലാതെ എൻഹാൻസ് ചെയ്യും. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. അപ്പോൾ ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ വളരെ അനായാസം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം എന്ന രീതിയിലാണ് ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ കോഴ്സ് അവൈലബിൾ ആണ്. ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ, ഏതാണ്ട് 70 മുതൽ 80 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ നമ്മളൊരു 60 ദിവസമോ 50 ദിവസമോ സെറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റുക. നിങ്ങളെ കൊണ്ട് പറ്റും. അവിടെ ആകെ വരുത്തുന്ന മാറ്റം സാധാരണ രീതിയിൽ നമുക്കൊരു 3 മുതൽ 4 മണിക്കൂറാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചും കൂടി സമയം ഇതിനുവേണ്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരു 6 മുതൽ 7 മണിക്കൂറൊക്കെ നമ്മൾ ഇതിനുവേണ്ടി പല സമയങ്ങളിലായിട്ട് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് തരുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ സ്റ്റഡി പ്ലാൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഇത് പഠിക്കാൻ പറ്റും. മാത്രവുമല്ല അവസാന സമയങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എക്സാം വരെ ഓർത്തിരിക്കാൻ സഹായിക്കുമെന്നത് ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പോൾ റിവിഷന്റെ അതേ എഫക്റ്റിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു അഡ്വാൻറ്റേജ് സ്പേസ് കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ നല്ലൊരു ഫീൽഡാണ്. മാത്രമല്ല ഇതൊരു അക്കാഡമിക് മേഖലയാണ്. നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും ഈ കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫില്ല് ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. നമ്മുടെ കോഴ്സുകൾ ഓൺലൈനാണ്. ഏറ്റവും വിദഗ്ധരായ അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടി കോഴ്സുകൾ തയ്യാറാക്കുന്നത്. ഈ അവസാനം കഴിഞ്ഞ മിക്ക ടെക്നിക്കൽ PSC എക്സാമിനേഷനുകളിൽ ഏണസ്റ്റ് അക്കാഡമിക്ക് ഉന്നതമായ റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ഉന്നതമായ റാങ്കിനൊപ്പം തന്നെ പല റാങ്ക് ലിസ്റ്റുകളിലും 10% മുതൽ 55% വരെ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താനും ഏണസ്റ്റ് അക്കാഡമിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു തയ്യാറെടുപ്പിലൂടെ നിങ്ങളുടെ ജോലി എന്ന വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കാനുള്ള മനസ്സും ഒപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള മനസ്സും മാത്രമാണ്. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.